നാട്ടുകൊളിഷന്റെ ന്യൂസ് എക്സ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം കരിമ്പുഴയിൽ വെച്ച് നടന്നു. കരിമ്പുഴ പാലത്തിലേക്ക് പ്രവർത്തകരുടെ ശക്തി പ്രകടനവും ഉണ്ടായി. സമ്മേളനം സിന്ദാബാദ്, സമ്മേളനം സിന്ദാബാദ്, ശമ്പള പെൻഷൻ SSBA Zindabad, SSBA Zindabad, ശമ്പള പെൻഷൻ പരിഷ്കരണം പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് ക്രൂരതയാണെന്ന് KPCC സെക്രട്ടറി P. ഹരിഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. KSSBA ഒറ്റപ്പാലം നിയോജകമണ്ഡലം 40ാം വാർഷിക സമ്മേളനം കരിമ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പാർട്ടിയിൽ നമുക്ക് സ്വാഭാവികമായി ഇതിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാകുന്നു. ഞാൻ മാത്രം മതി, ഇവിടെ വേറെ ആളല്ല, നമ്മളൊക്കെ നടത്തിയാൽ മതി. അത് ശരിയല്ലോ. അതപ്പോൾ നമുക്കൊന്നും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളൊന്നും MLA ആവാൻ MP ആവാൻ വന്നവരല്ല. ഈ പാർട്ടി പങ്കെടുക്കാൻ വന്നവരാണ്. കൃഷ്ണ മാഷ കൂടെ ഇരിക്കുന്നു. സുകുമാരൻ മാഷം മുതൽ ഞങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സംഘടന ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺഗ്രസ് ഉണ്ടാവണം എന്ന് കരുതി കോൺഗ്രസിന് ശക്തിപ്പെടുത്താൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാർട്ടി സ്ഥാനമാനങ്ങളൊന്നും വരുന്നില്ല. KSSBA പറയുമ്പോൾ KSSBA ഓമന ടീച്ചർ KSSBയുടെ ജില്ലാ സെക്രട്ടറിയാണ്. പക്ഷേ ഓമന ടീച്ചർ KSSBയുടെ ജില്ലാ സെക്രട്ടറിയാണെന്ന് KSSBക്കാർക്ക് പറയാനൊരു മടിയുണ്ടായാൽ അതൊരു ശരിയായ കാര്യമല്ല. അത് നമ്മുടെ ആത്യന്തികമായ പാർട്ടിയാണല്ലോ. പക്ഷെ നമ്മൾ പലർക്കും അത് പറയാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്നോട് ഇന്നലെ പലരും പറഞ്ഞു, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്താൽ ജഗദീശ്വരൻ പറയും പോലെ വരാനുള്ളത് വരും. അത് ആര് തടുത്താലും വരും. അത് എൻ്റെ അനുഭവമാണ് ഇന്ന് വരെ. ഞാൻ എന്നോട് ആദ്യം പറഞ്ഞ രമേശ് ചെന്നിത്തല ഈ അധ്യാപക സംഘടന ഒന്നിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ്. ആദ്യം നമുക്ക് വിജയിപ്പിച്ചില്ല. കോൺഗ്രസിൻ്റെ സംഘടന ഒന്നിപ്പിക്കാനുള്ള ചെറിയ കാര്യമല്ലോ. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു സംഘടന വലിയ സംഘടനയായി KPST ഉണ്ടായി. ഏതാണ്ട് അതുപോലെ തന്നെ KSSBA ഇപ്പോൾ വളരെ ശക്തമായ സംഘടനയാണ്. ഈ KPSTയും KSSBയും മാത്രമാണ് ഇന്ന് കോൺഗ്രസ് ഏറ്റവും ശക്തമായ സംഘടനയായി ഇപ്പോഴും നിലവിലുന്നത്. KSS കുറച്ചു പേരൊക്കെ നമുക്ക് ഇവിടെ പ്രവർത്തിക്കാൻ വരുന്നുണ്ട്. KPST ആളുകൾ വരുന്നുണ്ട്. കോൺഗ്രസ് ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി നമുക്ക് വാരി കോരി തന്നത്. അല്ലാതെ നമ്മളാരും ചന്തം കണ്ട് തന്നതല്ല. നമ്മൾ കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറോട് നമുക്ക് പറയാൻ പറ്റിയതും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമുക്ക് എല്ലാം കിട്ടിയതും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരേപോലെ ഒരേ ദിവസം പെൻഷൻകാർക്ക് ആദ്യമാണ് നമ്മൾ പെൻഷൻ കിട്ടുക, പിന്നെ ശമ്പളം ലഭിച്ചിരുന്നു. അത് സീനിയർ സിറ്റിസന്റെ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ളതാണ്. പക്ഷേ നമ്മുടെ ഈ പിണറായി ഗവൺമെന്റ് ഇപ്പോൾ നമ്മളെ പറ്റിച്ചു. ഏറ്റവും അവസാനം DA പ്രഖ്യാപിച്ചപ്പോൾ, ക്ഷാമാശ്വാസം പ്രഖ്യാപിച്ചപ്പോൾ സംസ്ഥാന ജീവനക്കാർക്ക് കഴിഞ്ഞ മാസം കൊടുത്തു. നമുക്ക് കഴിഞ്ഞ മാസം തന്നില്ല, ഈ മാസത്തെ തന്നു. ഇത് നമ്മളെ പറ്റിച്ചു. ക്ഷാമത തരുമ്പോൾ സാധാരണ ക്ഷാമത്തെ ഉത്തരവൊക്കെ വരുമ്പോൾ മുൻകാല ഉത്തരവുകൾ റീഡ് ചെയ്യും. കേന്ദ്രം പ്രഖ്യാപിക്കുന്ന അതേ നിരക്കിലും കാലയളവിലും നമുക്കും ശമ്പളവും പെൻഷനും ലഭിക്കണമെന്ന് കൃഷ്ണ മാഷയെ പോലുള്ള ആളുകൾ, അച്ചുകുട്ടി മാഷയെ പോലുള്ള ആളുകൾ നമ്മുടെ പൂർവികന്മാരായ നേതാക്കളിനെ ആഗോളജലമായ സമരം ചെയ്ത് നേടിയെടുത്ത ആനുകൂല്യമാണ്. പക്ഷേ കഴിഞ്ഞ DA ഉത്തരവ് വന്നപ്പോഴാണ്, ആ ഉത്തരവ് വായിച്ചു നോക്കിയപ്പോഴാണ് നമ്മൾ അന്തം വിട്ടുപോയത്. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് 2% തരുന്നതാണ് അല്ലേ? തന്നില്ലേ? ഇനി ഒന്നല്ലേ തരാൻ ബാക്കിയുള്ളൂ അല്ലേ? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കിയത് പാലക്കാട്ടെ കണ്ട അധ്യാപകരാണ്. അതിനൊക്കെ അഭിമാനക്കാരനാണ് നമ്മുടെ അച്ഛൻകുട്ടി മാഷാണ്. കരിമ്പുഴയിൽ വെച്ച് 2 ദിവസങ്ങളിലാണ് 40ാമത്തെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. ഒരുമയോടെന്നും മുന്നോട്ട്, ഇനിയും നമ്മൾ മുന്നോട്ട്, ഇനിയും നമ്മൾ മുന്നോട്ട്, ഇനിയും മുന്നോട്ട്, അണിചേർന്നങ്ങനെ മുന്നോട്ട്, അണിചേർന്നങ്ങനെ മുന്നോട്ട്.
സുരേഷ് മാസ്റ്റർ ഒരു ഉപകാരം നൽകുന്നതിന് വേണ്ടി സ്വാഗതം പറയുന്നതിന് നിയോജകമണ്ഡലം സെക്രട്ടറി മണികണ്ഠൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് KP മോഹൻകുമാറിൻ്റെ അധ്യക്ഷതയിൽ KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി VD മണികണ്ഠൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പെൻഷൻ സംഘടനയുടെ കരുത്ത് തെളിയിച്ച് ശക്തി പ്രകടനവും നടത്തി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M പോൾ, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗം മണി R, വനിതാ ഫോറം ജില്ലാ സെക്രട്ടറി KK ശൈലജ, കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, ശ്രീശുവരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, UDF ചെയർമാൻ P ഗിരീശൻ, കരിമ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P മോഹനൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം GK ബാബുനാരായണൻ, ജില്ലാ കമ്മിറ്റി അംഗം VK വാസുദേവൻ, A വിജയകുമാർ, ഒറ്റപ്പാലം നിയോജകമണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് U കുഞ്ഞയമു, നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറി K ശിവദാസൻ, V മുരളീധരൻ, KSSPA കരിമ്പുഴ മണ്ഡലം പ്രസിഡന്റ് M നാരായണൻകുട്ടി, സെക്രട്ടറി PT തങ്കവേലു, വനിതാ ഫോറം നിയോജകമണ്ഡലം പ്രസിഡന്റ് C മാധവിക്കുട്ടി, A ജ്ഞാനാംബിക, ഓമന ഉണ്ണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. നിയോജകമണ്ഡലം ജോയിന്റ് സെക്രട്ടറി K ശിവദാസൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് പുതിയ ഭാരവാഹികളായി KP മോഹൻകുമാറിനെ പ്രസിഡന്റായും സെക്രട്ടറിയായി VD മണികണ്ഠൻ മാസ്റ്ററെയും ട്രഷററായി KV രാമചന്ദ്രനെയും തെരഞ്ഞെടുത്തു. വനിതാ ഫോറം പ്രസിഡന്റായി A ജ്ഞാനാംബികയെയും സെക്രട്ടറിയായി S മായയെയും തെരഞ്ഞെടുത്തു. KSSPA പാലക്കാട് ജില്ലാ സമ്മേളനം ഡിസംബർ 27-28 തീയതികളിൽ പാലക്കാട് പാർവതി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കും. സംസ്ഥാന സമ്മേളനം ജനുവരി 21, 22, 23 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ചും നടക്കും. ഒറ്റപ്പാലം നിയോജകമണ്ഡലത്തിലെ 9 മണ്ഡലങ്ങളിലെ KSSPA പ്രവർത്തകരാണ് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തത്. KSPA സിന്ദാബാദ്. KSPA സിന്ദാബാദ്. കഴിഞ്ഞോ? സമ്മേളനം സിന്ദാബാദ്. നിങ്ങൾ അറിഞ്ഞോ നാട്ടാരെ, ഇടവന്മാരുടെ ഇരട്ടത്താപ്പ്, ഇടവന്മാരുടെ ഇരട്ടത്താപ്പ്, IAS കാർക്കും IPS കാർക്കും DA കുടിശ്ശിക റൊക്കം നൽകി, മന്ത്രിമാരുടെ സ്റ്റാഫിനെല്ലാം DA കുടിശ്ശിക റൊക്കം നൽകി, കോടതികളിലെ ജീവനക്കാർക്കും DA കുടിശ്ശിക റൊക്കം നൽകി, പാവപ്പെട്ട പെൻഷൻകാർക്ക്, നമ്മുടെ നാട്ടിലെ ജീവനക്കാർക്ക് DA കുടിശ്ശിക നൽകാൻ പണമില്ല, കുടിശ്ശിക നൽകാൻ പണമില്ല. ഇതെന്തു നീതി, ഇതെന്ത് ന്യായം? സംഘടനയിൽ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും KSSPAയിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രതിബദ്ധതയാണ് പെൻഷൻ യൂണിയൻ്റെ കരുത്തെന്നും അനീഫ കൂട്ടിച്ചേർത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM അനീഫയുടെ വാക്കുകളിലേക്ക്. ഇല്ലാതെ നോക്കാതെ പഴുത്ത ആളുകൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അപ്പുറത്തേക്ക് മറുകണ്ഠം ചാടുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ഇപ്പോൾ ഒക്കെ കണ്ടുവരികയാണ്. തീർച്ചയായും പ്രസ്ഥാനത്തിന്റെ മണ്ഡലം, ബ്ലോക്ക്, ജില്ലാ പുനഃസംഘടനകളൊക്കെ നടക്കുമ്പോൾ ഞാൻ ജില്ലാ പ്രസിഡന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പറയണം എന്ന് ആഗ്രഹിച്ചതാണ്. ആ പുനഃസംഘടനകളൊക്കെ നടക്കുമ്പോൾ KSSPAക്ക് ഏറ്റവും മുൻതൂക്കം കൊടുക്കാൻ പാർട്ടി തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രശസ്തമായി കോൺഗ്രസിന്റെ ഒരാൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ കാര്യം തന്നെയാണ്.
സംഘടനയിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിലുള്ള പ്രാതിനിധ്യമൊന്നും കിട്ടിയെന്ന് വരില്ല. കാരണം ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനമാണ്, എല്ലാവർക്കും അറിയാതെ. നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മികവിനനുസരിച്ചിട്ടുള്ള ഒരു അക്കോമഡേഷൻ ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ നിങ്ങളുടെ പ്രവർത്തനം ഏറ്റവും അഭികാമ്യമായ ഉത്തമമായ ആവശ്യമുള്ള ഒരു സമയത്തിലൂടെയാണ് ഈ പ്രസ്ഥാനം കടന്നു പോകുന്നത്. ഈ പ്രസ്ഥാനം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തിരിച്ചു വരിക, അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇന്നലെ BJPയുടെ നാവായി പ്രവർത്തിച്ചിരുന്ന സന്ദീപ് വാര്യരൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു തുടങ്ങി. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സഫലീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടി ഈ പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ കീഴിലാണ് KSSPA പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ തയ്യാറായി മുന്നോട്ട് വരണം. അത് വലിയൊരു ഗുണം പ്രസ്ഥാനത്തിനുണ്ടാകും. പ്രസ്ഥാനത്തിന് എൻഗേജ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ വാർദ്ധക്യം എന്നുള്ള സംഭവം ചെറുപ്പമായി മാറും എന്നുള്ളതുകൂടെ. പുതിയ ഇനം കിടക്കകളുടെ കമനീയ ശേഖരവുമായി ഇംബെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി. മണ്ണാർക്കാട് റോഡിലെ യാറത്തിനു സമീപം തുറന്നു പ്രവർത്തനം തുടങ്ങിയ ഇംബെക്സ് മാട്രസ് കമ്പനിയിൽ നിരവധി ഓഫറുകളുണ്ട്. 8000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ബെഡിൻ്റെ കൂടെ 2 തലയണയും ഒരു ബെഡ് കവറും അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റും സൗജന്യമായി ലഭിക്കുന്നു. കൂടാതെ ഒരു സ്വർണ്ണ കോയിനും നിങ്ങൾക്ക് ലഭിക്കുന്നു. എക്സ്ചേഞ്ച് ഓഫറും കടയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറായി ഓരോ ബെഡ് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു സ്വർണ്ണ നാണയം സൗജന്യമായി ലഭിക്കുന്നു. കൂടുതൽ അറിയുന്നതിനായി സന്ദർശിക്കൂ ഇംബെക്സ് മാട്രസ്, മണ്ണാർക്കാട് റോഡ്, കരിങ്കല്ലത്താണി. കൂടുതൽ വാർത്തകൾക്കായി നാട്ടുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.